Hello everybody, welcome to my YouTube channel and this is my first ever vlog. കുറേ നാളായി ഇങ്ങനെ വ്ളോഗ് എടുക്കണം എന്ന് വിചാരിക്കുന്നു. എൻ്റെ ലൈഫിൽ ഒരുപാട് ഇവൻറ്റ്സ് ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരിക്കലും ഒരു ഓൺ വോയിസ് വ്ളോഗ് ചെയ്യണം എന്നൊന്നും തോന്നിയിട്ടില്ല. ബട്ട് മേ ബി ദിസ് ഇസ് ദി റൈറ്റ് ടൈം ടു സ്റ്റാർട്ട്. കാരണം ലൈഫിൽ ഒരു ട്രാൻസിഷൻ അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ അതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്യാനും ഒരു മെമ്മറി ആയിട്ട് കീപ്പ് ചെയ്യാനും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. യെസ്, ഐ എം ട്രാവലിംഗ് ഫ്രം ബഹ്റൈൻ ടു പഞ്ചാബ്. ബഹ്റൈനിലാണ് ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് എല്ലാം സ്പെൻഡ് ചെയ്തതും എൻ്റെ സ്കൂളിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തതും. അതുകൊണ്ട് തന്നെ മൈഗ്രേറ്റിംഗ് ഫ്രം ബഹ്റൈൻ ടു പഞ്ചാബ് എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും ഒരു ഈസി മാറ്റർ ആയിരുന്നില്ല. കാരണം എനിക്കൊരു ഹാപ്പി പ്ലേസ് അല്ലെങ്കിൽ സേഫ് പ്ലേസ് എന്ന് പറയുന്നത് എപ്പോഴും ബഹ്റൈനാണ്. വെറെവർ ഐ ഗോ ഐ ഓൾവേസ് ലവ് ടു കം ബാക്ക് ടു ബഹ്റൈൻ. ബട്ട് യെസ്, ഞാനിപ്പോൾ പഞ്ചാബിലേക്ക് പോകുന്നത് വേറെ ഒന്നിനുമല്ല, ഇറ്റ്സ് ഫോർ മൈ ഹയർ സ്റ്റഡീസ്. അപ്പോൾ ഫോർ ദ നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഐ വിൽ ബി സ്റ്റേയിങ് ഇൻ പഞ്ചാബ്, ലീവിങ് മൈ ഫാമിലി ബാക്ക് ഇൻ ബഹ്റൈൻ. എനിവേസ്, ഹിയർ വി സ്റ്റാർട്ട് അവർ ഫ്ലൈറ്റ് ജേർണി. അപ്പം ബഹ്റൈനിൽ നിന്ന് നമുക്കൊരു കണക്ഷൻ ഫ്ലൈറ്റ് ആണ് ടു മുംബൈ ആൻഡ് ഫ്രം മുംബൈ ടു അദംപൂർ എയർപോർട്ട്. അപ്പോൾ യെസ്, വി ലാൻഡഡ് ഇൻ മുംബൈ ആൻഡ് നമുക്ക് മുംബൈ എയർപോർട്ടിൽ 7 hours ഓഫ് ലേ ഓവറും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദിസ് വാസ് വെരി ലോങ് ആൻഡ് ഒരു ഹെക്റ്റിക് ജേർണി എന്ന് തന്നെ പറയായിരുന്നു. കാരണം നമ്മളെല്ലാവരും ഒരുപാട് ടയേർഡായി. അപ്പോൾ മുംബൈ എയർപോർട്ടിൽ നിന്ന് നമ്മൾ തന്നെ നമ്മുടെ ലഗേജസ് എല്ലാം ക്യാരി ചെയ്ത് അടുത്ത ടെർമിനലിലോട്ട് പോകണം. ആൻഡ് എവറിത്തിങ് വാസ് വെരി വെരി ഹെക്റ്റിക്. ഭയങ്കര റഷായിരുന്നു, പൊല്യൂഷൻ ആയിരുന്നു. അങ്ങനെ അത്ര ഒരു എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയൊരു ജേർണി ആയിരുന്നില്ല. ബട്ട് ഫ്രം മുംബൈ ടു അദംപൂരിലെത്തിയപ്പം ഇറ്റ് വാസ് ടോട്ടലി ഡിഫറെൻറ്റ്. കാരണം നമ്മൾ ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ വി ഫീൽ സോ മച്ച് ഓഫ് പോസിറ്റിവിറ്റി. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആൻഡ് എല്ലാം നമുക്കൊരു നല്ല വൈബ് കിട്ടുന്ന ഒരു എയർപോർട്ടുമായിരുന്നു, ഒരു പ്ലേസ് ആയിരുന്നു അദംപൂർ. അപ്പോൾ നമ്മളൊന്ന് ഫ്രഷായി വി ഹൈഡ് എ ടാക്സി ആൻഡ് വി ആർ മേക്കിംഗ് അവർ ജേർണി ടു ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി. അപ്പോൾ LPUവിലാണ് ഇനി എൻ്റെ അടുത്ത കുറച്ച് വർഷങ്ങൾ ഞാൻ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. LPU പഞ്ചാബിലെ ഫഗ്വാര എന്ന് പറഞ്ഞ സ്ഥലത്താണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി പഞ്ചാബ് എൻ്റെ ലിസ്റ്റിലേ ഇല്ലാത്തൊരു പ്ലേസ് ആയിരുന്നു. പക്ഷേ എൻ്റെ കോഴ്സ് ബാച്ചിലേഴ്സ് ഓഫ് ഡിസൈൻ ഇൻ UI/UX എന്നീ ഒരു കോഴ്സ് തപ്പി ലാസ്റ്റ് ഞാൻ എത്തിയ ഒരു സ്ഥലമാണ് പഞ്ചാബ്. അതുമാത്രമല്ല, കുറച്ച് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും പ്രൊമോട്ട് ചെയ്യുന്നൊരു കോളേജ് തന്നെയാണ് ഞാൻ പ്രിഫർ ചെയ്തിരുന്നത്. അപ്പോൾ LPUവിനെ പറ്റി അന്വേഷിച്ചപ്പം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അത് ഡാൻസ് ആയാലും പാട്ടായാലും വെറുതെ റീൽസ് ചെയ്യുന്നതായാലും ഡ്രാമ ആയാലും മിമിക്രി, മോണോ ആക്ട്, അങ്ങനെ എന്തായാലും അവർ ഈക്വൽ വെയിറ്റേജ് കൊടുത്ത് പ്രൊമോട്ട് ചെയ്യുന്നൊരു കോളേജാണെന്നും കൂടി അറിഞ്ഞു. അത് മാത്രമല്ല, എനിക്കിവിടെ സ്കോളർഷിപ്പും അവൈൽ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വേറെ ഒന്നും ചിന്തിച്ചില്ല. ഐ ജസ്റ്റ് ബ്ലൈൻഡ്ലി മെയ്ഡ് മൈ വേ ടു LPU. സോ ദാ നമ്മൾ ഫസ്റ്റ് ബോർഡ് കണ്ടു ആൻഡ് ദിസ് വാസ് ടോട്ടലി എ ഡിഫറെൻറ്റ് ഫീലിംഗ്. കാരണം വി ഹവ് കം എ ലോങ് വേ, ഒരു ലോങ് ജേർണി ആയിരുന്നു ടു റീച്ച് ഹിയർ. സോ യെസ്, ദിസ് ഈസ് ദി മെയിൻ എൻട്രൻസ്. അപ്പോൾ നമ്മളിത് യൂണിവേഴ്സിറ്റീൻ്റെ അകത്തേക്ക് കയറാണ്. ഈ ഒരു സീനറി, ഈ ഒരു വ്യൂ എല്ലാം നമ്മൾ വെബ്സൈറ്റിൽ ഞാൻ നേരത്തെ നോക്കി വെച്ചിരുന്നു. പക്ഷെ അതൊക്കെ നേരിട്ട് കാണുമ്പോഴുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, ദാറ്റ്സ് ട്രൂലി ഡിഫറെൻറ്റ്. അത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ആൻഡ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹൗ ബ്യൂട്ടിഫുൾ ദി ക്യാമ്പസ് ഇസ്. ഇതൊരു 600 acres ഒരു വലിയ ക്യാമ്പസാണ്. നമുക്ക് നടന്ന് തന്നെ തീരില്ല. ആൻഡ് ദി ഇൻഫ്രാസ്ട്രക്ചർ ഹിയർ ഇസ് സോ ബ്യൂട്ടിഫുൾ. ക്യാമ്പസിനെ പറ്റി പറയുമ്പോൾ തന്നെ ഒരു ലഷ് ഗ്രീൻ ക്യാമ്പസ് എന്നൊക്കെ പറയില്ലേ, ഫുൾ ഓഫ് ഗ്രീനറി. ആൻഡ് യെസ്, ഇതാണ് എൻ്റെ ബ്ലോക്ക്, സ്കൂൾ ഓഫ് ഡിസൈൻ ആൻഡ് ആർക്കിടെക്ചർ ബ്ലോക്ക് 8. ആൻഡ് വി ആർ മേക്കിംഗ് അവർ വേ ടു അഡ്മിഷൻ. ദ റിപ്പോർട്ടിംഗ് സ്ഥലത്തെത്തി. യെസ്, സ്റ്റുഡൻറ്റ് വെൽഫെയർ വിങ് എന്ന് പറയുന്ന ബ്ലോക്ക് നമ്പർ 13 നമ്മുടെ ഈ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്. അവിടെ ഒരുപാട് ക്ലബ്സ് ഉണ്ട്. ഡാൻസ്, മ്യൂസിക്, ലിറ്റററി, ഫൈൻ ആർട്സ്, സോഷ്യൽ മീഡിയ, അങ്ങനെ ഒരുപാട് ക്ലബ്സ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതിൽ നമുക്ക് ജോയിൻ ചെയ്യാം ആൻഡ് ഇറ്റ്സ് ഫ്രീ ഓഫ് കോസ്റ്റ്. അപ്പോൾ നമ്മൾ അഡ്മിഷൻ ബ്ലോക്കിലൊക്കെ പോയി കുറച്ച് പ്രൊസീജിയേഴ്സ് മാത്രം കഴിഞ്ഞു. ഞാനൊരു NRI ആയതുകൊണ്ട് തന്നെ പ്രൊസീജിയേഴ്സൊക്കെ ഭയങ്കര ലോങ് ആയിരുന്നു. ബട്ട് എവ്രിബഡി ഹിയർ വാസ് സോ ലവ്ലി എന്ന് തന്നെ പറയാം. കാരണം നമുക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമുക്ക് അവരുടെ അടുത്ത് അപ്രോച്ച് ചെയ്യാം. ദർ ഓൾവേസ് വെൽക്കമിങ്. അത്രയും എന്താ പറയുക, നമ്മളൊരു ഗസ്റ്റിനെ പോലെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. ആക്ച്വലി എവ്രിബഡി ഷുഡ് കം ആൻഡ് സീ ദ വേ ദേ ആർ ട്രീറ്റിംഗ്. കാരണം അത്രയും നമുക്ക് വിൽ ജസ്റ്റ് ഫീൽ ഹോം ദെയർ. അതാണ് എനിക്കിവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം. ആൻഡ് യെസ്, ഇപ്പം ഞാൻ കാണിച്ചത് നമ്മൾ പുറത്തെടുത്തൊരു PG ആണ്. ആൻഡ് ഞാൻ ആദ്യമായിട്ട് സൊമാറ്റോയിൽ ഓർഡർ ചെയ്തിട്ട് ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇറ്റ് വാസ് പനീർ മഖാനി ആൻഡ് ഫ്ലേവേർഡ് റൈസ്. അപ്പോൾ അന്ന് അവിടെ നമ്മൾ സ്റ്റേ ചെയ്തു. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു.
അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീറ്റ് ഫ്രഷായി യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയാണ്. എൻ്റെ ഒരുപാട് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഇങ്ങനെ പെൻഡിങ് ആണ്. സോ നമുക്കതൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. നമ്മൾ നിൽക്കുന്ന പി ജിന്ന് 20 റുപ്പീസിൻ്റെ ഒരു ഓട്ടോ റൈഡാണ് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിതാ LPUവിൻ്റെ അകത്തെത്തി. ഇവിടെ ആക്ച്വലി പറയുകയാണെങ്കിൽ ഇൻ ക്യാമ്പസ് തന്നെ ഷോപ്പിംഗ് മാളുണ്ട്, ഹോസ്പിറ്റലുണ്ട്, ജിമ്മുണ്ട്, ഒരുപാട് പാർക്സ് ഉണ്ട്. അങ്ങനെ അടിപൊളി അടിപൊളി ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. ഇവിടെ കയറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ആവശ്യത്തിന് പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു കാര്യം വരില്ല. കാരണം എല്ലാ സാധനങ്ങളും ഇൻ ക്യാമ്പസ് തന്നെ അവൈലബിൾ ആണ്. അത് മാത്രമല്ല, ഈ ഒരു യൂണിവേഴ്സിറ്റി ചുറ്റിക്കറങ്ങാൻ തന്നെ നമുക്ക് ഒരുപാട് സമയം വേണം. ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ടു എക്സ്പ്ലോർ ആസ് വെൽ. അങ്ങനെ ഇവിടുത്തെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ക്യാമ്പസിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെജ് ഫുഡ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. അതിപ്പോൾ ഹോസ്റ്റൽ മെസ്സിലായാലും ഫുഡ് കോർട്ടിലായാലും നമുക്ക് ഷോപ്പിംഗ് മാളിൽ ഡോമിനോസ് ഉണ്ട്, അവിടെ ആയാലും നമുക്ക് വെജ് പിസ്സ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് ചിക്കൻ കൊണ്ടുവരാമെന്ന് വിചാരിച്ചാലൊന്നും അതൊന്നും നടക്കുന്ന കാര്യമല്ല. അതൊക്കെ ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇവിടെ വെജ് ഫുഡ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഫുഡ് വെജ് ആണെങ്കിലും അതിൻ്റെ ടേസ്റ്റ് ഇസ് ഓൺ പോയിൻറ്റ്. ആൻഡ് ഫുഡ് കോർട്ടിൽ നമുക്ക് ഒരുപാട് വെറൈറ്റി നോർത്ത് ഇന്ത്യൻ ഫുഡും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഫോർ മീ ഓൾവേസ് ടേസ്റ്റ് വിൻസ്. അതുകൊണ്ട് തന്നെ ഐ ബിലീവ് ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ഇവിടുത്തെ ഫുഡും ഇവിടുത്തെ പ്ലേസും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവറിത്തിങ് ഐ വിൽ ഡെഫിനറ്റ്ലി എൻജോയ്. അപ്പോൾ ഇതാ അന്നത്തെ സെക്കൻഡ് പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പി ജിയിലേക്ക് പോവുകയാണ്. ഇനിയും ഒരുപാടധികം സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിതാ നെക്സ്റ്റ് ഡേയും റെഡി ആയിട്ട് വീണ്ടും യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയാണ്. ആൻഡ് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ തിങ്. കാരണം രാവിലെ തന്നെ എണീറ്റ് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ കറങ്ങാൻ പോണ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എല്ലാ ദിവസവും നമ്മൾ പോകുമ്പോൾ വി സീ സംതിങ് ഓർ ദി അതർ ന്യൂ ഇൻ LPU ആൻഡ് ഇറ്റ്സ് റിയലി റിയലി ഗുഡ് ടു ഫൈൻഡ് ദാറ്റ്. So this is Shanti Devi Mittal Auditorium where my induction ceremony was held. And this is one of the food courts that I've mentioned earlier. ഇവിടുത്തെ ചൈനീസ് കഫേയിൽ നിന്ന് ഞാൻ ഹണി ചില്ലി ഫ്രൈസ് കഴിച്ചു. ആക്ച്വലി ഇങ്ങനത്തെ ഒരു വിയേർഡ് കോമ്പിനേഷൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഫോർ ദ ടൈം പീരിയഡ് എനിക്കും പപ്പക്കും മമ്മിക്കും കൂടി സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന കുറച്ച് പ്രഷ്യസ് ഡേയ്സ് ആണ് ഇതൊക്കെ. ആൻഡ് വിൽ ബി മീറ്റിംഗ് ബാക്ക് ടുഗെദർ ആഫ്റ്റർ സോ മെനി ലോങ് മന്ത്സ്. അപ്പോൾ മമ്മ ആൻഡ് ഡാഡ വാസ് സോ ഹാപ്പി ടു നോ അബൌട്ട് ദ കോളേജ് ആൻഡ് ടു എക്സ്പ്ലോർ ദെം. ആൻഡ് അവർക്ക് ആക്ച്വലി 5 ദിവസം നമ്മളിവിടെ നിന്നെങ്കിലും 5 ദിവസം കൊണ്ട് അവർക്ക് മതിയായില്ല കോളേജ് കണ്ടിട്ട്. ഇറ്റ് വാസ് ദാറ്റ് ബ്യൂട്ടിഫുൾ. കാരണം ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ ബാക്കി വെച്ചിട്ടാണ് പപ്പയും മമ്മയും തിരിച്ച് ബഹ്റൈനിലേക്ക് പോയിരിക്കുന്നത്. സോ യെസ്, ദ നെക്സ്റ്റ് ഡേ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. LPUവിലേക്ക് തന്നെയാണ് എൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ. Actually, I take this opportunity to thank each and everyone in Lovely Professional University. കാരണം ഞാനൊരു NRI ആയതുകൊണ്ട് തന്നെ എൻ്റെ പ്രൊസീജിയേഴ്സ് ഭയങ്കര ലോങ് ആയിരുന്നു. സോ എനിക്ക് ഇവിടെയും അവിടെയും ഒക്കെ പോകേണ്ടി വന്നിരുന്നു. ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യേണ്ടി വന്നു. ബട്ട് വെയറെവർ ഐ ഗോ ഒരാൾ പോലും എന്നെ അപ്സെറ്റ് ആക്കിയില്ല. എവ്രിബഡി വാസ് സോ വെൽക്കമിങ്. അവർ ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. ദർ ഓൾവേസ് റെഡി ടു ഹെൽപ്പ് അസ് ആൻഡ് സോൾവ് ഓൾ അവർ പ്രോബ്ലംസ് ആൻഡ് മേക്ക് അസ് ആസ് കംഫർട്ടബിൾ ആസ് പോസിബിൾ. ബഹ്റൈനിൽ ഞാൻ ഇന്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ബീങ് ആൻ ISB എന്ന് പറയുന്നതിന് ഒരു ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ആണ്. ഐ ലിറ്ററലി ഹാവ് നോ വേർഡ്സ് ടു എക്സ്പ്രെസ് ദ ലവ് ആൻഡ് ദ ഗ്രാറ്റിറ്റ്യൂഡ് ഐ ഹാവ് ടുവേർഡ്സ് ആ സ്കൂൾ. അപ്പോൾ എനിക്കൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇത്രയും ഒരു അടിപൊളി സ്കൂളിൽ നിന്ന് വന്നിട്ട് അത്രയും തന്നെ ഒരു അടിപൊളി കോളേജിലും എനിക്ക് ചേരണം എന്നുള്ളത്. ആൻഡ് ഐ എം സൂപ്പർ ലക്കി ആൻഡ് ഐ എം സൂപ്പർ ഗ്രേറ്റ്ഫുൾ ടു ബി എ സ്റ്റുഡൻറ്റ് ഓഫ് LPU. കാരണം ഈവൻ ആഫ്റ്റർ മൈ ബോർഡ്സ് ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചു, ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തു ഞാൻ ഏത് കോളേജിൽ ഏത് കോഴ്സിന് പോകുന്നുള്ളതൊക്കെ. ബട്ട് ആഫ്റ്റർ ഓൾ മൈ സ്ട്രഗിൾ ഐ ബിലീവ് ദറ്റ് ഐ ഹവ് ടേക്കൺ ദി റൈറ്റ് ഡിസിഷൻ. കാരണം ഓരോ ദിവസവും അവിടെ പോയിക്കൊണ്ടിരിക്കുമ്പം ദേ ആർ പ്രൂവിങ് മീ ദാറ്റ് ദിസ് ഈസ് ദി റൈറ്റ് പ്ലേസ് ഫോർ മീ ആൻഡ് ഐ വിൽ ബി ഹാപ്പി ഹിയർ ഡെസ്പൈറ്റ് ലീവിങ് മൈ പേരൻസ് ബാക്ക് ഇൻ ബഹ്റൈൻ. ബട്ട് യെസ്, ഓരോ സെമസ്റ്റർ കഴിയുമ്പോഴും ഐ വിഷ് ടു കം ബാക്ക് ടു ബഹ്റൈൻ. ബട്ട് യെറ്റ് എൻജോയിങ് മൈ കോളേജ് ഡേയ്സ് ഹിയർ. അപ്പോൾ എൻ്റെ ഇനി അപ്കമിങ് വീഡിയോസിൽ നിങ്ങൾക്ക് ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അറിയിക്കുന്നതായിരിക്കും. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് വ്ളോഗ്. അതുകൊണ്ട് തന്നെ കുറേ മിസ്റ്റേക്സ് ഉണ്ടാവും. സോ ഐ ഹോപ്പ് യു ഓൾ വിൽ forgive me that and I will try to make my vlog better the next time. So until we meet again, tata, bye bye.